ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എയർടെലിൻ്റെ സിം കാർഡ് എങ്ങനെ നമുക്ക് ഇ സിമ്മിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഡ്യുവലായിട്ട് സിം യൂസ് ചെയ്യുന്നവരാണ്. ഒട്ടുമിക്ക ഫോണിലും ഐഫോണിൻ്റെ സീരീസ്, പിക്സൽ, സാംസങ്, ഓപ്പോ ചില സീരീസിലൊക്കെ ഡ്യുവൽ ഇല്ല. അതായത് സിം സ്ലോട്ട് ഒന്നേ ഉള്ളൂ. നമുക്ക് പക്ഷേ 2 സിം യൂസ് ചെയ്യാൻ വേണം. ഇ സിം ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വട്ടം നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഡിലീറ്റ് ഓപ്ഷൻ, റിമൂവ് ഇ സിം ഓപ്ഷൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോളോ ഡാറ്റ ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. പ്രോസസ്സ് കഴിഞ്ഞാൽ 24 hours SMS ബാറിങ് ഉണ്ട്. നമുക്ക് ഇൻകമ്മിങ് SMS, ഔട്ട് ഗോയിങ് SMS ഒന്നും ഉണ്ടാവില്ല. ഫിസിക്കൽ സിം പിന്നെ ഇപ്പോൾ ഒരു വൺസ് നമ്മൾ ഈ സിം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫിസിക്കൽ സിമ്മിനെ നമുക്ക് ആ സെയിം നമ്പറിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പിന്നെ എയർടെലിൻ്റെ സ്റ്റോറിൽ പോയിട്ട് സിം എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യുക വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിമ്മിൻ്റെ പർപ്പസിനൊന്നും വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളെ EID നമ്പർ എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യാന്നുള്ളത് ആദ്യം, അതായത് കയ്യിലുള്ള ഒരു സിം എങ്ങനെയാണ് ഈ സിം ചെയ്യാന്നുള്ള പ്രോസസ്സ് ഞാൻ കാണിക്കാം. വീണ്ടും ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ സിം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതും കൂടെ കാണിക്കാം. ഇപ്പോൾ ഐഫോണിലാണ് കാണിക്കുന്നത്. നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫോണിൽ തന്നെ ആ സിം ഇടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ഫോണിലായിട്ട് ഇട്ടാൽ മതി. അതിലോട്ട് OTP ആക്സസബിൾ ആയിട്ട് ചെയ്യണം. കാരണം OTPയുടെ ആവശ്യമുണ്ട്, കോളിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. എന്തായാലും ഒരു ഫോണിൽ നമുക്ക് ലൈവായിട്ട് ആ സിമ്മ് വേണം. സിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇ സിമ്മിലോട്ട്, നിലവിലുള്ള സിം ഇ സിമ്മിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഓൾറെഡി എടുത്ത കണക്ഷനാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 24 hours SMS ബാറിങ് ഉണ്ടാവും. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇ സിമ്മിലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ജനറലിൽ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു EID നമ്പർ കാണിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം എയർടെലിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ്ഗ്രേഡ് ടു മോറിൽ പോയി കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ടു ഇ സിം എന്നൊരു ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഇ സിം ചെയ്യാനുള്ള നമ്പർ ലോഗിൻ ചെയ്യാം. ആ സെയിം നമ്പർ തന്നെ അല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാം. മോറിൽ പോയി കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ടു ഇ സിം എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. അതിൽ ദിസ് ഡിവൈസ് കൊടുക്കുക. അനദർ ഡിവൈസ് ഉണ്ട്, ദിസ് ഡിവൈസും ഉണ്ട്. അതിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അനദർ ഡിവൈസ് കൊടുക്കുക. ദിസ് ഡിവൈസ് കൊടുത്തതിന് ശേഷം EID നമ്പർ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചത് അവിടെ പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, സെയിം നമ്പർ തന്നെ അല്ലേ വന്നിട്ടുള്ളത് എന്നുള്ള ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഗെറ്റ് ഇ സിം OTP എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. ഒരു 6 digit OTP വരും. അത് നമ്മൾ വേറെ ഫോണിലാണ് ആ സിം എന്നുണ്ടെങ്കിൽ ആ ഫോണിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ OTP എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. സെയിം ഫോണിൽ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫോണിൽ വന്നിട്ടുള്ളത് അവിടെ OTP അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ആ ഫോണിലോട്ട് ഒരു SMS വരും. ഇ സിമ്മിനുള്ള റിക്വസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്, ഒരു കോള് വരും. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു കോള് വരും എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആ താഴെ കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മൾ ആപ്പിൽ ഫസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയറായിട്ട്. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, 10 to 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോള് വരും. ആ കോള് നമുക്ക് ഈ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ളൊരു മെസ്സേജായിട്ടും വരും. നമുക്ക് ചെയ്യേണ്ട, ഈ സിം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന നമ്പറിലോട്ട് 121 നമുക്ക് നോ സിം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരും. നമ്മൾ ഈ സിം ചെയ്തത് നമുക്ക് പകുതി വെച്ചത് നമ്മൾ മൈൻഡ് മാറി നമുക്ക് ഈ സിം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഒരു കോള് വന്നു, 15 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടൊരു കോള് വരും. അപ്പോൾ അവർ പറയുന്ന നമ്പർ എന്ത് ചെയ്യുക, നമുക്ക് ആ കോളിൽ അടിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ റിജക്ഷൻ നമ്പറാണ് പ്രിയ അടിച്ചു കൊടുത്തത്. ഉപഭോക്താവേ, കാരണം എനിക്ക് ഈ താങ്കളുടെ സിം മൊബൈൽ നമ്പറിൽ ഓൾറെഡി ഈ സിം ഞാനൊരു മാറ്റുന്നതിനുള്ള ഫിസിക്കൽ സിം മാത്രമേ താങ്കളുടെ യൂസ് അഭ്യർത്ഥന ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ 2 മണിക്കൂറിന് ശേഷം നമുക്ക് സെറ്റിങ്സിൽ നമ്മുടെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് വരിക. അതായത് ഒരു സെറ്റപ്പ് മൊബൈൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അതൊരു ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ടാവണം. നമ്മൾ ഡാറ്റ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതെന്താവും, ഫിസിക്കൽ സിമ്മ് സിഗ്നൽ പോവുകയും ചെയ്യും, നമുക്ക് ഈ സിം ഒട്ടും വർക്കാവത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം വൈഫൈ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ആക്ടിവേറ്റ് ഈ സിം കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റിംഗ് കാണിച്ചുകൊണ്ടിരിക്കും. ഒരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ അത് നമ്മൾ ബാക്ക് അടിച്ച് പോവുക, അങ്ങനെ നമ്മൾ എന്താ ഇത് സ്ലോ എന്ന് വെച്ചിട്ട് നമ്മളിത് ബാക്ക് അടിച്ച് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് തന്നെ ആപ്പിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ സിം വർക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ സിം എന്ത് ചെയ്യാം, ഊരി മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. താങ്ക് യു.